ഒരു മിസ്രൈമനല്ല ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഓർത്തുകൊള്ളൂ, കർത്താവ് കൊട്ടാരത്തിൽ വെച്ച് ഒരു ദൂതനെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് അയച്ച്, എടാ നീ ഒരു ഇസ്രായേലിനാണ്, ഇവിടെ ഇഴകളിൽ കിടക്കുന്ന ഒരു ജനതയുണ്ട്, അത് എൻ്റെ മക്കളാണ്, അവരെ നീ ചേർത്തെടുത്ത് അവരെ ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയണമെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. ദൂതന് മോശയുടെ അരികിൽ കൊട്ടാരത്തിൽ വസിക്കുന്നിടത്തോളം കാലം വരാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? ഇവൻ ഇപ്പോൾ ആരായി മാറി? മിസ്രൈമനായിട്ട് മാറി. മിസ്രൈമിനെ പോലെ ആയി മാറുവാനിടയായി. ആ അവസ്ഥയിൽ നിന്നും അവനെ ഒരുക്കി ക്രൂശിൻ്റെ പാതയിലൂടെ കൊണ്ടു ചെന്നിട്ട് അവനെ യഥാർത്ഥ ഇസ്രായേലിയനാക്കി ദൈവശബ്ദം കേൾപ്പിച്ച് ഈ ദൗത്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പണിയാണ് അവിടെ നടക്കുവാനിട വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സ്നാനമേറ്റ് ദൈവത്തെ അറിഞ്ഞ് സ്നാനമേറ്റ് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് നല്ല ബിസിനസ്സൊക്കെ ചെയ്തു വരുന്ന ആൾക്കാരുടെ ബിസിനസ്സൊക്കെ ഒന്ന് പൊളിയാൻ തുടങ്ങും. ആമേൻ. ദൈവം ആ കൈ ഒന്ന് ഭാരമാക്കി വയ്ക്കാൻ തുടങ്ങും. സ്നാനമേറ്റ് കഴിഞ്ഞ് ജീവിതം അങ്ങോട്ട് ആരംഭിച്ച് പാടി ഉപസിച്ചും സന്തോഷിച്ചും ഇങ്ങനെ ഒരു 1-2 വർഷം അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് ജോലി അങ്ങ് തെറിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഒരു 3-4 വർഷം അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് ചില ആൾക്കാരാണെങ്കിൽ വീട്ടിലാകെ പ്രശ്നമായി, വീട് ജപ്തിയുടെ വക്കിലെത്തുകയാണ്, ഒരു വഴിയുമില്ല. സ്നാനപ്പെട്ടിട്ട് 3-4 വർഷമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് അവൻ പരിശുദ്ധനാണ്, അവൻ്റെ പക്കൽ ഒന്നിനും കുറവില്ല എന്നൊക്കെ പറഞ്ഞ് വചനമൊക്കെ കേട്ടത് നിമിത്തം നമ്മുടെ ജീവിതം തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് മുമ്പോട്ട് പോകുകയാണ്. നമ്മൾ നന്മ ചെയ്യുന്നവരാണ്. നമ്മൾ അവർക്ക് ആടുകൾക്ക് വെള്ളം കോരി കൊടുക്കുന്നു. ആടുകൾ സാധുക്കൾ അനീതിയിൽ അകപ്പെട്ടു പോയാൽ അവർക്ക് നീതിയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം നന്മ ചെയ്യുന്നവരുമാണ്. പക്ഷേ നമ്മുടെ പാത സുഗമല്ല, സുതാര്യമല്ല. അത് മരുഭൂമി വാസം. അത് എന്തുകൊണ്ടാണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ നന്മ ചെയ്തിട്ടും കർത്താവ് എന്നിൽ പ്രസാദിക്കാത്തതെന്ത്? ഞാൻ കൊട്ടാര സമാനമായ അവസ്ഥ വിട്ട് ഈ മിദ്യാന ദേശത്തേക്ക് വന്നിട്ട് പോലും കർത്താവിൻ്റെ കരുണ എന്തുകൊണ്ട് എനിക്ക് ഉണ്ടാകുന്നില്ല? ഞാൻ ഫറവോന്റെ പുത്രയുടെ മകൻ എന്ന വിളിപ്പേരിനാൽ അറിയപ്പെട്ടിരുന്ന ആ പേര് ഇല്ലാതായി പോകേണ്ടതിന് അത് നിരുപാധികം നിരസിച്ച് ഞാൻ കൊട്ടാരം വിട്ട് ഇറങ്ങി വന്നിട്ടും എന്തുകൊണ്ട് ഞാൻ നന്മ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ഒരു ചോദ്യം. ഹല്ലേലൂയ. അപ്പോൾ ദൃഷ്ടിയിൽ ഒരു മിസ്രൈമനാണ്. ആ മിസ്രൈമീൻ ചേഞ്ച് ആകണം. ആ മിസ്രൈമീൻ ഇസ്രായേലിയൻ ആകണം. ഇത് സ്നാനപ്പെട്ടതിന് ശേഷമാണ് ഈ കാര്യം നടക്കുന്നത്. സ്നാനപ്പെടുമ്പോൾ ഈ കാര്യം ഒന്നും നടക്കുന്നില്ല. സ്നാനപ്പെട്ട് നമ്മൾ പള്ളിയിൽ വന്ന് ആരാധിച്ച് തുടങ്ങുമ്പോഴൊന്നും ഈ കാര്യം നടക്കുന്നില്ല. ആരാധിച്ച് തുടങ്ങി വചനം ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുവാൻ നാം വചനത്തിൻ്റെ അരികിലേക്ക് എപ്പോൾ വരുന്നുവോ അപ്പോൾ മുതലാണ് ഈ പണി നമ്മിൽ ആരംഭിക്കുന്നത്.